വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നില്ല, സുഖമായിട്ടല്ല ഇരിക്കുന്നു. എനിക്ക് വൈകിയ പനിയൊക്കെയാണ്. പനി, ജലദോഷം പിടിച്ചു, അങ്ങനെ പനി വന്നു, അങ്ങനെ തീരെ വയ്യ. പിന്നെ വീഡിയോസ് കുറച്ച് ഇടാനെന്താ വെച്ചാൽ ഞാൻ ഒരു അതിന് പറ്റിയൊരവസ്ഥയിലല്ലായിരുന്നു. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റുന്നില്ല. ദയവേത് എല്ലാവരും ക്ഷമിക്കുക, വീഡിയോസ് ഇടാൻ കഴിയാത്തതിന്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് വന്നേക്കാം, മോർണിംഗിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോർണിംഗിൽ രാവിലത്തെ ചായയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അതുകൊണ്ടൊന്നും ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാനില്ല. രാവിലത്തെ വീഡിയോസ് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അയ്യോ വേണ്ടാന്ന് പറയത്തില്ല, കുട്ടികളുടെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും പറയുന്നത് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് മോർണിംഗിലുള്ള വീഡിയോസ് ഞാൻ എടുക്കാത്തത്. പിന്നെ എന്തൊക്കെയാണ്, ഞാനിപ്പോൾ ഒരു കാര്യങ്ങളിലോ ടെൻഷനൊക്കെ അടിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഒരു വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത്. വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കും തോറും എനിക്ക് ടെൻഷനാണ്. ടെൻഷൻ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ എൻ്റെ അസുഖത്തെക്കുറിച്ചും. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഏട്ടൻ്റെ ചെറിയൊരു പ്രശ്നം, ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു കാര്യം കൂടെ ആയിട്ട് ടെൻഷനാണ്. അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് മാറിയതിന് ശേഷം എൻ്റെ കാര്യത്തിലേക്ക് എൻ്റെ തീരുമാനം എടുക്കണമല്ലോ എന്ന് ആലോചിച്ച് നടക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നും എനിക്കൊരു പിടുത്തമില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കണ്ടവർ നാളെ കാണണം എന്നല്ലേ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എന്നെ കണ്ടുപോകുക, ചിലപ്പോൾ നാളെ എന്നെ കണ്ടില്ലെങ്കിലോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഒക്കെ ദൈവത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഓരോ ടെൻഷൻ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്ത് കാണുന്നുണ്ട്, ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ, തൊട്ടപോലെ ബെല്ലൈക്കനും കൂടെ അമർത്തലേ. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ, നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ. അപ്പം ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്, ദയവായി ലൈക്ക് ചെയ്യണേ, തൊട്ടപ്പോഴും ബെല്ലൈക്കനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് കാണാൻ പറ്റുള്ളൂ, നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീണ്ടും പറയുകയാണ്, ദയവായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കുക, ഞാൻ നോക്കിക്കോളാം. പിന്നെ എനിക്ക് ഫോണിൽ നോക്കാനുള്ളവരും പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് നോക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും കഴിയില്ല. ചിലരൊക്കെ അതിൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെയും അവിടെ എത്തുന്നതിൻ്റെയും അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിൻ്റെ എല്ലാം വീഡിയോസൊക്കെ എടുക്കും. എനിക്കതിന് കഴിയുന്നില്ല. എനിക്കെന്താ വെച്ചാൽ ചമ്മലും കാര്യങ്ങളും മടിയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഹെയറിൻ്റെ, എൻ്റെ ഹെയർ കണ്ടോ, ഹെയറിൻ്റെ ഇതിപ്പോൾ ഞാൻ മുടി ഒന്നും ചെയ്തില്ല കേട്ടോ, മൊത്തത്തിൽ ചിക്കി പറ്റി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കി ഉറങ്ങുമായിരുന്നു. അപ്പം ഒക്കെ എല്ലാം തലകുത്തനെയാണ്, ഞാനൊന്നും ചെയ്തില്ല. മുടിയിലൊന്ന് ചെയ്ത് റെഡിയാക്കണം. അപ്പം നമ്മളുടെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പം നമ്മൾ റോസ്മേരി വാട്ടറാണല്ലോ. അപ്പോൾ ഈ റോസ്മേരി വാട്ടർ ഞാനും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി റിസൾട്ടായിട്ടും നല്ല സ്മെല്ലും, പറയാതിരിക്കാൻ വയ്യ, അടിപൊളി. എനിക്ക് നല്ല ഹെയറിന് നല്ല മാറ്റമുണ്ട്. പിന്നെ ഞാൻ ഓരോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അതിൻ്റെ അത് മനസ്സിലാവുന്നില്ല. എല്ലാ കാര്യങ്ങളും എല്ലാ പാക്കുകളും ഞാൻ യൂസ് ചെയ്യണോണ്ടും എനിക്ക് അധികം അങ്ങോട്ട് പിടുത്തം കിട്ടില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ തീരെ മുടിയില്ലാത്ത കുട്ടികളാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ തീരെ മുടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക. കാരണം ഫ്രണ്ടിൽ ആദ്യമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അവിടെ മുടി വരുന്നുണ്ടോ ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഓൾറെഡി ഇപ്പം നമ്മളെ കട്ടൻ ചായയുടെ ഞാൻ ചെയ്യുന്നുണ്ടായത്, അതുകൊണ്ട് എനിക്ക് മുടി നന്നായിട്ട് മുന്നിൽ വന്നായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ റോസ്മേരി വാട്ടർ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും അടിപൊളി സ്മെല്ലാണ്, അടിപൊളി സൂപ്പർ സാധനമാണ്. ഞാൻ യൂസ് ചെയ്തു. ഞാൻ സെക്കൻഡ് ബോട്ടിലാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്തു. പിന്നെന്താ, ഹെയറിന് നല്ല
കൊഴിച്ചിലിനായാലും എല്ലാത്തിനും നല്ല ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഹെയർ മൊത്തത്തിൽ ഞാൻ പറഞ്ഞോ നല്ലവണ്ണം ചിക്കിപ്പരത്തിട്ടിരിക്കുകയാണ്, ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലായാലും യൂസ് ചെയ്യുന്ന പാക്കുകളായാലും അതുകൊണ്ട് മുടി നല്ല വേണം ആ ഒരു മെയിൻറ്റേജിൽ പോകുന്നുണ്ട്. പനിയായ കാരണം എനിക്ക് മുടി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് ആർക്കായാലും അങ്ങനെ തന്നെ പനി വന്നു കഴിഞ്ഞാൽ ആർക്കും മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഉടൻ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് അടുത്ത ഫേസ് വീഡിയോസ് ആയിരിക്കും. അപ്പം അത് ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് കാണാം. കാരണം റോസ്മേരി വാട്ടർ വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ റോസ്മേരി വാട്ടർ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കട്ടോ, സൂപ്പർ റിസൾട്ടാണ്. പിന്നെ എനിക്കിതാ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ബേബീസ് മുടികളൊക്കെ വന്നു. നല്ല ചേഞ്ച് ഉണ്ട്. ഇവിടെ പൊതുവേ എനിക്ക് ഹെയർ വരാറില്ല കേട്ടോ, ഞാൻ സിന്ദൂരൊക്കെ തൊടുന്നുണ്ട്. പക്ഷേ ഈ സൈഡിലുള്ള മുടി എന്താ പറയുക, നമ്മളെ ഈ സൈഡിലെ മുടി തീരെ നീളം വെക്കാറില്ല കേട്ടോ. പക്ഷെ ആ ഒരു റോസ്മേരി വാട്ടർ യൂസ് ചെയ്തതിന് ശേഷം ഒക്കെ നന്നായി നീളം വെച്ചു. നല്ല മാറ്റമുണ്ട്. ഇപ്പം ഹെയർ എല്ലാം ചിക്കി പറ്റി കിടക്കണോണ്ടാണ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുക, ഞാൻ കയറിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് കൂടുതലായിട്ട് ഞാൻ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് വയ്യ. എനിക്ക് എന്താ പറയുക, സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിങ്ങനെ ഒന്നെങ്കിൽ അവിടെ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ പിടിച്ചിട്ടോ ഒക്കെ ആയിരിക്കും വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു നോർമലി ഒരു എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയുള്ളൊരു വീഡിയോസ് എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് പിന്നെന്താ പറയണ്ടേ, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ, സി യു.